പൊന്നു, മുത്തശ്ശി പറയുന്നത് കേട്ട് നല്ല കുട്ടിയായിട്ട് നിന്നോളണം കേട്ടോ. ഓ, മനസ്സിലായേ. അനുസരണക്കേടൊന്നും ഞാൻ കാണിക്കില്ല എന്ന് പറഞ്ഞതല്ലേ. അമ്മേ, എന്നാൽ ഞങ്ങൾ ഇറങ്ങുന്നു. സമയം 4 മണിയായല്ലോ. മുത്തശ്ശി, ഇപ്പോ സമയം 4 മണിയായെന്ന് എങ്ങനെയാ മനസ്സിലായത്? അത് ആ 4 മണിപ്പൂക്കള് വിരിഞ്ഞത് കണ്ട് ഞാൻ പറഞ്ഞതാ. 4 മണിപ്പൂക്കളോ? അതെന്ത് പൂക്കളാ? എന്നും വൈകുന്നേരം 4 മണിക്ക് വിരിയുന്ന പൂക്കൾ. അന്തിമലരി എന്നും ഇതിന് പേരുണ്ട്. ഈ 4 മണിപ്പൂക്കൾക്ക് എന്തൊരു ഭംഗിയാ. ശരിയാണ് മോളെ. വൈകുന്നേരം കുറച്ച് സമയത്തേക്ക് മാത്രമാണ് ഈ പൂക്കൾ വിരിയുന്നതെങ്കിലും വളരെ മനോഹരമായിട്ടാ ഈ പൂക്കളെയും ഈശ്വരൻ അണിയിച്ചൊരുക്കുന്നത്. മോളെ, ഇത് കണ്ടോ? ഇതാണ് നാഴി. പണ്ടൊക്കെ എല്ലാ വീടുകളിലും അരി അളന്നെടുത്തുകൊണ്ടിരുന്നത് ഈ നാഴി കൊണ്ടാ. ഇന്ന് ചുരുക്കം ചില വീടുകളിൽ മാത്രമേ അരി അളക്കാൻ നാഴി ഉപയോഗിക്കുന്നുള്ളൂ. മുത്തശ്ശി, ഈ നാഴിക്കാണോ പറ എന്ന് പറയുന്നത്? അല്ല മോളെ, പറ എന്നത് നെല്ലളക്കാൻ ഉപയോഗിക്കുന്നതാ. ദാ അത് കണ്ടോ? ഞാനിതൊക്കെ ആദ്യമായിട്ടാ കാണുന്നത്. അളവറിയാൻ മാത്രമല്ല, തൂക്കം നോക്കുന്ന ഉപകരണങ്ങളും ഉണ്ട്. ആഹാ, മോളെ ഇതുവരെ ഉറങ്ങിയില്ലേ? ഉറക്കം വരുന്നില്ല മുത്തശ്ശി. അതെന്താ മോളെ, അച്ഛനും അമ്മയും ഇല്ലാത്തതുകൊണ്ടാണോ? ഹേയ്, അതുകൊണ്ടൊന്നുമല്ല. മോൾ ഉറങ്ങിക്കോട്ടോ. മോക്ക് ഉറങ്ങാൻ വേണ്ടി മുത്തശ്ശി നല്ലൊരു പാട്ട് പാടിത്തരാം.